നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഭരതരാജാവിൻ്റെ ആത്മജനായി മഹാതേജസ്വിയായ അസിതൻ ജനിച്ചു. എന്നാൽ അയൽനാട്ടുകാരായ ഹേഹേയന്മാർ, താലജകന്മാർ, ശശിബിന്ദുക്കൾ തുടങ്ങിയ ശൂരമന്നവന്മാർ ശത്രുക്കളായതിനാൽ ഉഗ്രയുദ്ധം ചെയ്യേണ്ടി വന്നു. പരാജിതനായ അസിതൻ പത്നിമാരുമൊന്നിച്ച് ഹിമാലയ സാനുവിൽ പാർത്തു. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ബലഹീനനായി തീർന്നിരുന്ന രാജാവ് അധികകാല താമസമെന്യേ ദിവംഗരുതനായി. സഹധർമ്മിണികൾ 2 പേർക്കും ആ സന്ദർഭത്തിൽ ഗർഭമുണ്ടായിരുന്നു അത്രേ. ഒരുവൾ മറ്റൊരുവൾക്ക് സന്താനനാശത്തിന് വിഷമേകി. ആ കാലത്ത് ഹിമാചല രമ്യപാർശ്വത്തിൽ ഭാർഗവംശകനായ ച്യവന ബ്രഹ്മർഷി സസന്തോഷം വസിച്ചിരുന്നു. കാമനീയാംഗിയായിരുന്ന രാജമഹർഷി വിഷബാധയാൽ അവശയായി ഓടിച്ചെന്ന് ബ്രഹ്മർഷിയുടെ പാദങ്ങളിൽ പുത്രഗ്രഹിയായി പതിച്ചു. കാളിന്തിയാറ്റിൻ വക്കത്ത് നിഷ്ഠയിലിരുന്ന അമേയ പ്രഭാവമെഴുന്ന ച്യവന മഹർഷി അരുളി ചെയ്തു: സുകുമാരാംഗിയായ രാജപുത്രി, മഹാബലവാനും വീരനും തേജസ്വിയുമായൊരു സത്പുത്രൻ നിന്റെ ഉദരത്തിൽ നിന്ന് കാലതാമസം കൂടാതെ ജനിക്കും. ആ ശിശുവ് ഒന്നിച്ചു തന്നെ വിഷവും ഉണ്ടാകും. ഹേ വിശാലലോചനെ, നീ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. ഭർതൃശോകത്തെയും പതിവ്രതാരത്നവുമായ ആ രാജപുത്രി യഥാകാലം ഒരു ഉണ്ണിയെ പ്രസവിച്ചു. സൗദാമിനീ ശോഭയുള്ള രാജപത്നി സ്വർഗതനായ ഭർത്താവിൽ മനസ്സിനെ സുസ്ഥിരമാക്കി വച്ചിരുന്നു. ഗർഭം നശിക്കുവാൻ സപത്നി വിഷം നൽകിയിരിക്കുന്നുവല്ലോ. ആ ഖരത്തോടുകൂടി ജനിച്ച അത്ഭുത ശിശുവിന് സകരൻ എന്ന നാമം പ്രസിദ്ധമായി. സകര ഭൂപത സുതനായ അസമഗ്നന് അംശുമാൻ, അദ്ദേഹത്തിന് ദിലീപന് ഭഗീരഥൻ എന്ന അനശ്വര കീർത്തിയായിരുന്ന അരജൻ, അദ്ദേഹത്തിൻ്റെ തനയൻ കാകുത്സ്ഥൻ തൽസുതനാണ് രഘു. വംശനായകനായ രഘുവിൻ്റെ പുത്രൻ അതിതേജസ്വിയും എന്നാൽ നരഭോജിയുമായ കൽമഷപാതൻ, അദ്ദേഹത്തിന് ശംഖണൻ, തുടർന്നുണ്ടായവൻ സുദർശൻ, അടുത്ത രാജാവ് അഗ്നിവർണ്ണൻ, പിന്നീട് ശീക്രഘൻ, തൊട്ടവൻ മരുവിൻ്റെ മകനായ പ്രശു ശ്രുഗത തനയനാണ് അംബരീക്ഷൻ. മഞ്ഞോർ മന്നൻ നഹുർഷൻ അടുത്ത രാജാവായിരുന്നു. തുടർന്ന് നാഭാഗൻ, യയാതി മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ ആത്മജൻ യയാതിസുതനായ അജൻ ദശരഥ നരേന്ദ്രൻ്റെ പിതാവാകുന്നു. ഈ മഹീപതിയുടെ പുണ്യസന്തതികളായി ജനിച്ച രാമലക്ഷ്മണന്മാർ സഹോദരന്മാരാണ്. ഇങ്ങനെ ഇക്ഷ്വാകു പരമ്പരയിൽ പിറന്ന രാജാക്കന്മാരെല്ലാം വീരന്മാരും സത്യവാദികളും പരിശുദ്ധരുമാകുന്നു. രാജർഷി വര്യനായ വിദേഹേശ്വര, അങ്ങയുടെ പുത്രിമാരെ ഈ രാമലക്ഷ്മണന്മാർക്കു വേണ്ടി ഞാൻ വരിക്കുന്നു. സദ്ഗുണ സമ്പൂർണതയുള്ളവരെ സദൃശം ഗുണമുള്ളവർക്ക് കൊടുക്കേണ്ടത് അങ്ങയുടെ ധർമ്മമല്ലേ? ഭഗവാൻ വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട രാജഋഷി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു: ഭഗവാനെ, അവിടത്തേക്ക് മംഗളം വന്നു ചേരട്ടെ. ഞങ്ങളുടെ വംശപാരമ്പര്യം പറയാം. കന്യാദാനത്തിന് എല്ലാ ചരിത്രവും പറയണമെന്ന് നിയമമല്ലേ? സദ്കുല ജാതനായതിനാൽ സംശയിക്കാൻ ഒന്നുമില്ലല്ലോ. സത്വസമ്പന്നന്മാരിൽ അഗ്ര്യമനും പരമധാർമ്മികനും സ്വന്തം കർമ്മത്തിൽ ത്രിലോകവിഖ്യാതനുമായ നിമി മഹാരാജപുത്രനായ മിഥിയാണ് മിഥില രാജ്യത്തെ നിർമ്മിച്ചത്. ജനകൻ എന്ന ഒന്നാമത്തെ ഭൂപാലേന്ദ്രന്റെ മകൻ ഉദാവസ് ധാർമ്മികനായ നന്ദിവർദ്ധനൻ ഉദാവസുവിന് ജനിച്ചു. അദ്ദേഹത്തിൻ്റെ നന്ദനൻ സുകേതു മഹാശക്തനും ധർമ്മിഷ്ഠനുമായ ദേവരാധൻ തൽപുത്രനാണ്. രാജഋഷിയായ അദ്ദേഹത്തിൻ്റെ ബൃഹദ്രഥൻ ആ അരജവരന് വീരപ്രതാപിയായ മഹാവീരൻ. തുടർന്ന് സത്യവിക്രമനായ സുധൃതി, ധർമാത്മാവായ ഭഗവാനെ, ധാർമ്മികനായ ദൃഷ്ടകേതുവാണ് അടുത്ത മിഥിലാപതി. ആ നൃപഋഷിക്ക് ഹര്യാശ്വൻ, അദ്ദേഹത്തിന് മരു, തുടർന്ന് പ്രതിസന്ധകൻ ധർമാത്മാവായ കീർത്തിരഥ നരേന്ദ്രൻ തൽപുത്രൻ. അടുത്ത രാജാവ് ദേവമീഠൻ, പിന്നത്തേത് വിബുധൻ, അദ്ദേഹത്തിന് മഹീന്ദ്രകൻ. തൊട്ട രാജാവ് കീർത്തിരാധൻ, ആ രാജഋഷിയുടെ നന്ദനൻ. മഹാരോമൻ, സ്വർണരോമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മജൻ്റെ പേര്. അടുത്ത രാജാവ് ഹ്രസ്വരോമൻ. ആ രാജഋഷി വര്യന് 2 പുത്രന്മാർ ഉണ്ടായതിൽ ജ്യേഷ്ഠൻ ഞാനും അനുജൻ വീരനായ കുശധ്വജനും. സീമന്തപുത്രനായ എന്നിൽ രാജ്യത്തെയും അനുജനെയും ഏൽപ്പിച്ച പിതാവ് അരണ്യവാസം ആരംഭിച്ചു. വൃദ്ധനായ അച്ഛൻ വാനുലകം പോകിയപ്പോൾ ധാർമ്മിക നിലയിൽ രാജ്യഭാരം ഏറ്റു. ദേവതുല്യനായ അനുജൻ കുശധ്വജനിൽ അതിരറ്റ സ്നേഹത്തോടെ രാജ്യപരിപാലനം ചെയ്യുകയാണ്. കുറച്ചുകാലം കഴിഞ്ഞു. സാംഘാശ്യ
പുരി രാജാവായ സുധന്വൻ മിഥിലയെ ആക്രമിക്കുവാൻ വന്നു. ഇങ്ങനെ പറഞ്ഞയച്ചു: ഉത്തമോത്തമമായ ശൈവചാപത്തെയും അംബുജനയനയായ സീതയെയും എനിക്ക് നൽകുക. ആ ആവശ്യം നിരാകരിച്ച എന്നോട് വീരനായ സുധന്വൻ യുദ്ധം തുടങ്ങി. നേരിട്ട് നിന്ന പൊരുതലിൽ ഞാൻ ആ രാജാവിനെ നിഗ്രഹിച്ചു. സാംഘാശ്യപുരത്തിലെ രാജാവായി എൻ്റെ അനുജനെ വീരനായ കുശധ്വജനെ അഭിഷേകം ചെയ്തു. ബ്രഹ്മർഷി ശ്രേഷ്ഠനായ ഭഗവാനെ, അഗ്രജനായ ഞാനും അനുജനായ കുശധ്വജനും മൂന്നുര പറയുന്നു. ഏറ്റവും സന്തോഷത്തോടെ വധുക്കൾ രണ്ടുപേരെയും അവിടുന്ന് ആവശ്യപ്പെട്ടതുപോലെ തരുന്നു. അവിടുത്തേക്ക് മംഗളം വരട്ടെ. ദേവനാരി രത്നസദൃശ്യയും വീര്യശൽഖയുമായ സീതയെ ഒന്നാമതായി രാമനും എൻ്റെ ഔരസപുത്രി ഊർമിളയെ ലക്ഷ്മണനും പാണിഗ്രഹണം ചെയ്തു കൊടുക്കാമെന്നത് തീർച്ച. മൂന്നുര സത്യം. അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. രാജരാജേന്ദ്ര, രാമലക്ഷ്മണന്മാരെ കൊണ്ട് ഗോദാനം ചെയ്യിച്ചാലും പിതൃക്രിയാദികൾ കഴിപ്പിച്ച് വൈവാഹിക കർമ്മങ്ങൾ ആചരിപ്പിച്ചാലും, ഹേ മഹാബാഹോ, ഇന്ന് മകം നക്ഷത്രം, 3-ാം നാൾ ഉത്രം. അന്ന് അവിടുത്തെ തന്നെ വിവാഹം കഴിപ്പിക്കണം. വിവാഹമംഗള സിദ്ധിക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെ കൊണ്ട് എല്ലാവിധത്തിലുമുള്ള ദാനകാര്യങ്ങളും ചെയ്യിക്കാം. സത്പാത്രദാനം സുഖപ്രദമാണല്ലോ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.